നമ്മൾ സദ്യക്ക് വിളമ്പുന്ന പുളിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പുളി പിഴിഞ്ഞ് പാരുകയാണ്. ഇനി നമ്മൾ മുറിച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമൊക്കെ ഇപ്പം പുളി ഇങ്ങനെ പിഴിഞ്ഞൊരു പാത്രത്തിൽ വെക്കും. പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ വെക്കും. ഒരു പാത്രത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടാണ് വെക്കുക. ആദ്യമുള്ളവർ അടുപ്പത്തേക്ക് അങ്ങോട്ട് പിഴിഞ്ഞ് പാര് ചെയ്യുക. അതേമാതിരിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ടു. കുറച്ച് മുളക് പൊടി അതില്ലേ? മഞ്ഞൾപ്പൊടി ജാസ്തി. മഞ്ഞൾപ്പൊടി ജാസ്തി നല്ലതാണ്. ഇവിടെ ഇത്തിരി ഉപ്പിട്ടിട്ട് എന്നിട്ട് വേണമെങ്കിൽ ഇത്തിരി വേണം കുറച്ച് പൊടിയും ഉപ്പും മുളക് പൊടി ഇട്ടിക്കുന്ന പാകത്തിന് വേണം. ഇത്തിരി ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടിടാം. കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് തിളച്ച് കൊടുക്കട്ടെ അല്ലേ? ഇനി ഇതൊന്ന് തിളച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇപ്പം അതാ പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരണി ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മതി. ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൂട്ടും. അപ്പം അത് നന്നായിട്ട് ഒന്നുകൂടെ വറ്റട്ടെ കേട്ടോ. വറക്കണം. അപ്പം നമ്മൾ അതിലേക്ക് ഉലുവയും അരിയാണ്. ഇത് കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് നന്നായിട്ട് വറുത്ത് പൊടിക്കണം. അത് ചോക്ക വറക്കണം. ചോക്ക വറുക്കും. ചോക്ക വറക്കണം. ചോക്ക വറുക്കും. എണ്ണ പിടിക്കുന്നത് അത് ഫോണ് ശരിയായി കൊടുക്കണം. കുറേ നേരം കൊടുക്കണം. അന്ന് റെഡി ആയി കൊടുക്കും. അപ്പോൾ അതായത് നമ്മൾ വറുത്ത് കഴിഞ്ഞ് ഇനി നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഉലുവി വറുത്തിട്ട് ഉലുവി അരി ഇതിലാണ് പൊടിച്ചിട്ടിടാൻ പോകുന്നത്. ഇത് നമ്മൾ ഉലുവി അരി പൊടിച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ പുളിയിലേക്ക് നമ്മൾ വറവിടുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിയിട്ട് അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞ് ഇനി നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ട് അതൊന്ന് മൂപ്പിക്കുക. ഇനി അതിലേക്ക് നമ്മൾ കരിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നുകൂടെ വറ്റാനുണ്ട്. എന്താ വെച്ചാൽ ചട്ടി അതിനെ കൊണ്ട് വെള്ളം ഒന്ന് വലിഞ്ഞ് ഒന്ന് ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഓണം സ്പെഷ്യൽ പുളി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ പുളി ഉണ്ടാക്കും.